എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് തന്നെ ചെയ്യാം. അപ്പോൾ അത് ഭയങ്കര ഈസിയാണ്. അതിന് വേണ്ടി ഞാൻ ഒരു കല്യാണക്കത്താണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ അതിൽ കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ അത് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു നീളത്തിലുള്ള പീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സ്കെച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ആ സ്കെച്ചിൻ്റെ വലുപ്പത്തിൽ വേണം ഇത് റെഡിയാക്കാൻ. അപ്പോൾ അത് റെഡി. ഇനി റെക്റ്റാങ്കിൾ പീസ് ഇതേപോലെ മടക്കിയതിന് ശേഷം കർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സ്ക്വയർ ഷേപ്പുള്ള ബുക്ക്ലെറ്റ് റെഡി. ഇനി ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു മെമ്മോ പാഡാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് വാച്ചാണ്, ഭയങ്കര യൂസ്ഫുള്ളാണ്, എല്ലാവരും കാണാം. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ചെറിയ മെമ്മോ പാഡ് മാത്രം പോരാ. അപ്പോൾ നമുക്കൊരു ബുക്കും കൂടെ വേണമല്ലോ. കാരണം റിമൈൻഡർ എന്ന് പറയുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ എഴുതണമെങ്കിൽ അതിന് ബുക്ക് വേണം. അപ്പം അതിന് ഞാൻ ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പേപ്പർ കുറേ കട്ട് ചെയ്യുക, എന്നിട്ട് ഒരേ വലുപ്പത്തിൽ വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പശ തേച്ചിട്ട് ഉണങ്ങാൻ വയ്ക്കാം. ബാക്കിയുള്ള 3 സൈഡ് അല്ലെങ്കിൽ 4 സൈഡിൽ നമ്മൾ ബൈൻഡർ അല്ലെങ്കിൽ ക്ലിപ്പ് വയ്ക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ഉണങ്ങണ വരെ എല്ലാ സൈഡ്സും ഒരേപോലെ നിൽക്കാൻ, അല്ലെങ്കിൽ ഓരോന്നിങ്ങനെ പുറത്തേക്ക് ചാടി വെച്ചാൽ നമ്മളെ ബുക്കിൻ്റെ വൃത്തി കിട്ടില്ല. അപ്പോൾ അത് റെഡി. എന്നിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബുക്ക് എന്ന് പറയുന്നത് സെയിം സൈസിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ബുക്ക്ലെറ്റിൻ്റെ അല്ലെങ്കിൽ ആ ചട്ടേനെക്കാട്ടും കുറച്ചും കൂടെ ചെറുതായിട്ട് വേണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങളെ കയ്യിലുള്ള ചെറിയ സ്കെച്ചോ വലിയ സ്കെച്ചോ അതിൻ്റെ വലുപ്പത്തിൽ വേണം നമ്മൾ ഈ ചട്ട ഉണ്ടാക്കലില്ലേ. അപ്പോൾ അതിൻ്റെ കാർഡ്ബോർഡിന് അതിൻ്റെ വലുപ്പം വേണം എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് വെച്ചാൽ നമ്മളതിൽ പെട്ടെന്ന് പെൻസിൽസോ അല്ലെങ്കിൽ പെൻസോ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ സ്കെച്ച് യൂസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി അത് അതിൻ്റെ ഉള്ളിൽ വെക്കാനായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ഈ സ്കെച്ച് എന്ന് പറയുന്നത് ഏറ്റവും ചെറുതാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഫസ്റ്റ് ഞാൻ കരുതി നമ്മളെ എല്ലാവരും യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ടല്ലോ, പേപ്പർ ചുരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യുന്ന പോലെ. അപ്പോൾ അതേപോലെ ഞാൻ ചെയ്തിട്ട് വർക്ക് ആവാത്തതുകൊണ്ടാണ് ഇതേപോലെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ടേപ്പോ യൂസ് ചെയ്തിട്ട് ഇതേപോലെ വെക്കാം. എന്നിട്ട് ബാക്കിൽ ഡബിൾ സൈഡ് ടേപ്പോ നാനോ ടേപ്പോ യൂസ് ചെയ്താൽ മാത്രം മതി. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒട്ടിക്കാനും പറിക്കാനും പറ്റും. ഇനി നെക്സ്റ്റ് ആൻഡ് ഫൺ പാർട്ട് എന്ന് പറയുന്നത് ബാക്കിൽ, അത്യാവശ്യം നമ്മളെ ബുക്ക് കവറിൻ്റെ ബാക്കിൽ ഇതേപോലെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അല്ലെങ്കിൽ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക ഒരു സ്ക്വയർ ഷേപ്പിൽ. അപ്പോൾ അത് റെഡി. ഇനി അതിന് ശേഷം ഇതൊക്കെ വർക്കാവുമോ നോക്കാം. ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് നമുക്ക് വൈറ്റ് ബോർഡ് ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഇക്വേഷൻസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ബൈ. അതിൻ്റെ മുമ്പേ ഞാൻ കുറച്ച് കവായി സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു.